അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നമ്മുടെ സ്ഥാപനത്തിന്റെ 30-ാം വാർഷികം അഥവാ ഇസ്സത്ത് സ്കോളറിയം പ്രോഗ്രാം ഈ വരുന്ന 17, 18, 19 തീയതികളിൽ നടക്കുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വിഷയവും സംബന്ധിയായി നിങ്ങളോട് സംവദിക്കണമെന്ന് ആലോചിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷേ അതിനുള്ളൊരു സാഹചര്യവും സന്ദർഭവും ഒരുമിച്ച് വരാത്തത് കൊണ്ടാണ് ഇത് കുറച്ച് നീണ്ടുപോയത്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ നീട്ടി പരത്തി പറയുകയല്ല. പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മുടെ പരീക്ഷ, അർദ്ധവാർഷിക പരീക്ഷ ഒക്കെ പൂർത്തീകരിച്ചു. അതിന്റെ ഇവാലുവേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ ആൻസർ ഷീറ്റുകളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ട്. സാധാരണ പോലെ അതിന്റെ CPTA നടക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഒരു വിഷയം നിങ്ങളോട് സംവദിക്കാനുള്ളത്. രണ്ടാമത് ഈ വീഡിയോയിലൂടെ സംവദിക്കുന്ന കാര്യം നമ്മുടെ ഈ സ്കോളറിയം പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അനുബന്ധിച്ച് നടക്കുന്ന വിവിധ പരിപാടികളെ കുറിച്ചാണ്. കൂടുതലായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രം. ഞാൻ 2-ൽ നിന്ന് ആരംഭിക്കുകയാണ്. സൂചിപ്പിക്കുന്നത്, സ്കോളറിയം പ്രോഗ്രാം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ സമൂഹത്തിനും വലിയ ഉപകാരപ്രദമായ ഒരുപാട് പരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഒരുപക്ഷെ ഇതിന്റെ സ്കെഡ്യൂളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രധാനമായിട്ടും ഒന്ന്, സ്കൂൾ ഓറിയന്റഡ് ആയിട്ട് വിദ്യാർത്ഥികളുടെ സർവോന്മുഖ ഡെവലപ്മെന്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ടും, രണ്ടാമത് ജനറൽ ആയിട്ട് വിഷയങ്ങളെ അഥവാ ജനറൽ ആയിട്ടുള്ള പൊതുസമൂഹത്തിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടികളാണ്. ഇനി ഇതിൽ തന്നെ മൂന്നാമതൊരു കാറ്റഗറി വേണമെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം, പൊതുസമൂഹത്തെയും വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടികൾ. ഏതായാലും ഞാൻ അത്തരം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയല്ല. ഇതിൽ തന്നെ സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുപാട് പരിപാടികളുണ്ട്. അതിന്റെ ആദ്യ വിവരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാം. ഒന്ന്, പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ സ്ഥാപനത്തിൽ ഉദ്ഘാടനം ചെയ്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഫ്ലൈ ഹൈ ഇസ്സത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. അതിനോടൊപ്പം രണ്ടാമത് നടക്കുന്ന പരിപാടിയാണ് ഇസ്സെക്സ് സ്റ്റുഡൻസ് ടോക്ക് ഷോ. മറ്റൊന്ന്, കുട്ടികളെയും ടീച്ചേഴ്സിനെയും ഒക്കെ ഉപയോഗപ്പെടുത്തി നടക്കുന്ന പരിപാടിയാണ് ഫുഡ് ഫെസ്റ്റ്, ഫാമിലി ഫെസ്റ്റ്, സ്പിരിച്വൽ ഗിഫ്റ്റ്, ബുക്ക് ടെസ്റ്റ്, സ്പെക്ട്രം, സുവനീർ, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ കുട്ടികളെ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ രക്ഷിതാക്കൾ ഉൾപ്പെടുത്തി നടക്കുന്ന പരിപാടികളാണ്. ഇതിൽ ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നത് ഇസ്സെക്സുമായി ബന്ധപ്പെട്ടാണ്. ഇസ്സെക്സ് ഒരുപക്ഷെ ആ പേര് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പലപ്പോഴും നിങ്ങളുടെ ഉള്ളിലേക്ക്, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുന്ന ഒരു കാര്യമാണ് ടെഡെക്സ്. അഥവാ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പബ്ലിക് സ്പീക്കിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അഥവാ ലീഡേഴ്സ് ആയിട്ട് അവരെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, സ്കൂൾ ലെവൽ പ്ലാറ്റ്ഫോമാണ് ഇസ്സെക്സ്. അതിൽ പ്രധാനമായിട്ടും അതിന്റെ വിവിധ ഘട്ടങ്ങൾ ഇപ്പോൾ നടന്നു. ഓറിയന്റേഷൻ നടന്നു, വീഡിയോ പ്രസന്റേഷൻ നടന്നു. ഇനി ഇൻഷാ അല്ലാഹ് നാളെ അതിന്റെ പ്രീ ഫൈനൽ ഏകദേശം 23 കുട്ടികളാണ് നമ്മൾ ആദ്യം റൗണ്ടിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് സെലക്ട് ചെയ്ത കുട്ടികളെ ഇൻഷാ അല്ലാഹ് നമ്മൾ 10 വിദ്യാർത്ഥികളെ ഫൈനൽ റൗണ്ടിലേക്ക് അഥവാ ഗ്രാൻഡ് ഫിനാലയിലേക്ക് സെലക്ട് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇതിന്റെ പിന്നിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ നൽകുന്നുണ്ട്. അത്രമാത്രം ഈ വിഷയത്തിൽ പറഞ്ഞു വെക്കുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ വീഡിയോയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. അപ്പൊ ചുരുക്കത്തിൽ വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ പ്രസന്റേഷൻ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി മറ്റൊന്ന്, ഫ്ലൈ ഹൈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്നത് ആ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടുള്ള ക്രിയേറ്റീവ് കോർണർ ആണ്. ക്രിയേറ്റീവ് കോർണറിൽ തന്നെ ഈ കാണുന്ന ആ ബാക്കിൽ നിങ്ങൾ കുറെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഒട്ടിച്ചിരിക്കുന്നത് ക്രിയേറ്റീവ് വാൾ എന്നാണ് അതിനെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് കുട്ടികളുടെ കഥകളും കവിതകളും ഡ്രോയിങ്സും അവരുടെ യാത്രാ വിവരണങ്ങളെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കാണാം ലിറ്ററേച്ചർ ട്രീ. ഇതിലിങ്ങനെ കുറെ ഹാങ്ങിങ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഹാങ്ങിങ്സിൽ KG മുതലുള്ള പ്രീ KG അഥവാ തിബിയാൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ കലാസൃഷ്ടികൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് അതിന്റെ ഒരു ഭാഗമാണ് ക്രിയേറ്റീവ് കോർണർ എന്ന് പറയുന്നത്. ഇനി
ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നടക്കുന്ന വിവിധ പ്രോഗ്രാമുകളാണ് നമ്മുടെ അക്കാഡമിക് എക്സലൻസ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്ന് ക്രിയേറ്റീവ് കോർണർ, രണ്ടാമത്തത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും വായനാശീലം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി റീഡത്തോൺ. നമ്മുടെ ഈ കഴിഞ്ഞ 1-ാം തീയതി മുതൽ ഈ 15-ാം തീയതി 15-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് ഇത് നടക്കുന്നത്. അത് റീഡത്തോൺ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ഈ 15 ദിവസം വിദ്യാർത്ഥികൾ ഒബ്സർവ് ചെയ്യുകയും ഭംഗിയായിട്ട് അവരുടെ പാഠഭാഗങ്ങൾ വായിക്കുകയും അത് ടീച്ചേഴ്സ് ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൽ പ്രസന്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുക. അതുപോലെ ആ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഒരു പ്രൊസീഡിങ്സ് വെക്കാൻ തന്നെ കാരണം കുട്ടികളെ വായന ശീലം വളർത്തുക എന്നുള്ളത്, അതും അവരുടെ പാഠപുസ്തകങ്ങൾ. രണ്ടാമതായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് റൈറ്റിംഗ് കോമ്പറ്റീഷൻ. റൈറ്റിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നത് പ്രധാനമായിട്ടും ലാംഗ്വേജസിലാണ്, ഹിന്ദി, അറബിക്, ഇംഗ്ലീഷ്, മലയാളം പോലെയുള്ള വിഷയങ്ങളിൽ. ഇനി ഈ റൈറ്റിംഗ് കോമ്പറ്റീഷനോടൊപ്പം തന്നെ നടക്കുന്ന മറ്റൊരു വിഷയമാണ് ഡിബേറ്റ്, അതുപോലെ തന്നെ സെമിനാർ. ഈ ഡിബേറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ സോഷ്യൽ സയൻസ് വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിഷയങ്ങൾ നൽകുകയും ക്ലാസ് അടിസ്ഥാനത്തിൽ ഡിബേറ്റ് സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ സെമിനാറിന്റെ തന്നെ മറ്റൊരു രൂപം നടക്കുന്നത് നമ്മുടെ ടീച്ചേഴ്സ് 1-2 വിഷയങ്ങൾ ടീച്ചേഴ്സ് അതിനെക്കുറിച്ച് പഠിക്കുകയും അത് കുട്ടികൾ മുന്നിലിരുത്തിക്കൊണ്ട് കുട്ടികളുടെ സാന്നിധ്യത്തിൽ ഡിസ്കഷൻ നടത്തുകയും അവരുടെ സംശയങ്ങൾക്കും മറ്റൊക്കെ മറുപടി നൽകിക്കൊണ്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് സെഷൻ. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ ഇസ്സത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. മറ്റൊരു സംഗതി നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് iTalk അഥവാ ഇംഗ്ലീഷ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി കുട്ടികളെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന വീഡിയോസ് ഷൂട്ട് ചെയ്യുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണത്. ഇനി മറ്റൊന്നാണ് ഇസ്സത്ത് റേഡിയോ, അതുപോലെ തന്നെ ഇസ്സത്ത് ന്യൂസ്. ഇത് കുട്ടികളെ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ അറിയാം, ഒരുപാട് അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളുടെ ഇത്തരത്തിലുള്ള കോ-കരിക്കുലർ ആയിട്ടുള്ള പഠനാനുബന്ധ സ്കില്ലുകൾ കൂടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ആ പഠനാനുബന്ധ സ്കില്ലുകൾ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇനിയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഒരു വിദ്യാർത്ഥിയിൽ ഉണ്ടാവേണ്ടതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രോത്സാഹിപ്പിക്കുക എന്ന അടിസ്ഥാനത്തിലാണ് ഇസ്സത്ത് റേഡിയോ നമ്മൾ സംവിധാനിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. അതുപോലെ തന്നെ ന്യൂസ്, നമ്മളിവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് രക്ഷിതാക്കളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഈ ഇടായിട്ട് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇതൊക്കെ നിങ്ങൾ എത്ര വിശദമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രമേൽ സൗകര്യങ്ങൾ ഈ ഇസ്സത്ത് നോളജ് ക്യാമ്പസ് മാനേജ്മെന്റ് ടീച്ചേഴ്സ് ഒരുക്കി നൽകുന്ന സമയത്ത് ഈ സാഹചര്യങ്ങളെ എല്ലാം ഉൾക്കൊള്ളാൻ, അതിനെ ഉപയോഗപ്പെടുത്താൻ വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണം എന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിശാലാർത്ഥത്തിൽ ഞാൻ എന്ത് ചെയ്തത്, ഈ സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും എത്ര ചുരുക്കി പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ വീഡിയോ ഒരല്പം ലെങ്തി ആവും. യൂട്യൂബിലാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്, നിങ്ങൾക്ക് സമയം പോലെ ഇതിന് കാണാനുള്ള അവസരവുമുണ്ട്. അപ്പം ഇതാണ് ILF അഥവാ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. പിന്നീട് നിങ്ങൾ ഈ ഇടയായിട്ട് നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടാവും സ്പിരിച്വൽ ഗിഫ്റ്റ്. നമ്മുടെ സ്ഥാപനത്തിന്റെ സമ്മേളനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗിഫ്റ്റ് പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ ഒക്കെ കോൺട്രിബ്യൂഷനോട് കൂടി അത് നടക്കുക എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അപ്പൊ അത് ടീച്ചേഴ്സ് നിങ്ങളുമായിട്ട് സംബന്ധിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ക്ലാസ്സുകളിലെ എണ്ണം, സ്പിരിച്വൽ ഗിഫ്റ്റ് ഓർഡർ ചെയ്ത രക്ഷിതാക്കളുടെ എണ്ണം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ചില ക്ലാസ്സുകളിൽ നിന്ന് അൽഹംദുലില്ലാ നല്ല റെസ്പോൺസ് ഉണ്ട്. എന്നാൽ ചില ക്ലാസ്സുകളിൽ നിന്ന് ഒരു ചെറിയ തുകയാണ് അതിനകത്ത് നമ്മൾ രക്ഷിതാക്കളെടുത്തുനിന്നും അതുപോലെ തന്നെ ആരെടുത്തുനിന്നായാലും പബ്ലിക്കിലേക്കും എല്ലാവർക്കും വാങ്ങിക്കാം. നമ്മുടെ രക്ഷിതാക്കൾ മാത്രമല്ല, നമ്മൾ മാത്രമല്ല, നമ്മളുമായിട്ട് സഹകരിക്കുന്ന ആളുകളെ കൂടി ഇതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കണം. ഏതായാലും ഞാൻ പറഞ്ഞത് ചില ക്ലാസ്സുകളിൽ നിന്നൊക്കെ വളരെ ചുരുങ്ങിയ ഒരു പാർട്ടിസിപ്പേഷൻ ആണ് വന്നത്. അതിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പങ്കെടുക്കണം. പിന്നീട് മറ്റൊന്ന് നടക്കുന്ന ഒരു പരിപാടിയാണ് ഫാമിലി മീറ്റ്. ഇൻഷാ അല്ലാഹ് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. ആരാണ് ഫാമിലി മീറ്റ് കൈകാര്യം ചെയ്യുന്നത്, ആരൊക്കെയാണ് അതിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതൊക്കെ. ചുരുക്കത്തിൽ ഈ ഡേറ്റ് നിങ്ങൾ ഓർത്തു വെക്കണം. 18-ാം തീയതി രാവിലെ, ശനിയാഴ്ച രാവിലെയാണ് ഫാമിലി മീറ്റ് നടക്കുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ടും അതിനകത്ത് എന്ത് ചെയ്യാം, പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്ത് തിരക്കുകളുണ്ടെങ്കിലും നമ്മളും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള രക്ഷിതാക്കളെ കൂടി അതിനകത്ത് ഭാഗവാക്കാവണം. വളരെ ചുരുക്കി പറഞ്ഞാൽ
നമ്മൾ ഇന്നിന്റെ കാലത്ത് ജീവിക്കുന്ന രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട, ഒരു പാരന്റ് അറിഞ്ഞിരിക്കേണ്ട വളരെ വിലപ്പെട്ട സെഷനാണ് അതിൽ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ എല്ലാവരും അതിനകത്ത് ഉണ്ടാവണമെന്ന് സൂചിപ്പിക്കുകയാണ്. രണ്ടാമത് ഒന്ന് ഫുഡ് ഫെസ്റ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ ഇൻഫർമേഷൻസ് പാസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സ്ഥാപനത്തിന്റെ സമ്മേളന ഭാഗമായിട്ട് നേരത്തെ പ്ലാൻ ചെയ്തതാണ് നമ്മുടെ ഷാമിൽ മോന് വേണ്ടി 2ാം ഘട്ട ഒരു സംഖ്യ നമ്മൾ നൽകണം എന്നുള്ളത്. അൽഹംദുലില്ലാ കഴിഞ്ഞ വർഷം നിങ്ങളൊക്കെ സഹകരണം കൊണ്ട് 10 ലക്ഷത്തോളം രൂപ നമ്മൾ നൽകിയിട്ടുണ്ട്. നിലവിൽ അവന് പിരിച്ചുകൊണ്ടിരിക്കുന്ന എമൗണ്ട് 3 കോടി രൂപ സമാഹരിച്ചുവെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് അവന്റെ തുടർ പഠനത്തിന് വേണ്ടിയിട്ടും തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും ഇസ്സത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ നൽകാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു സംവിധാനം നമ്മൾ സംവിധാനിച്ചിരിക്കുന്നതും. അതോടൊപ്പം തന്നെ അതിന്റെ ഒരു ഫണ്ട് അതിനകത്തേക്ക് മാറ്റി വെക്കുന്നതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരുമിച്ച് ഒരു കുടക്കീഴിലിരുത്തി പൊതുസമൂഹവുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം വിദ്യാർത്ഥികൾക്കും ഒരുക്കി നൽകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫുഡ് ഫെസ്റ്റ് ആണെങ്കിൽ പോലും ഇതിന്റെ പിന്നിലുള്ള സ്കില്ലുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഏതായാലും ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി പ്രോഗ്രാമാണ് ബുക്ക് ടെസ്റ്റ്. നമ്മുടെ പ്രിയപ്പെട്ട AP ഉസ്താദിന്റെ വിശ്വാസപൂർവ്വം ബുക്ക് അടിസ്ഥാനമാക്കി, മുഴുവനല്ല, നിങ്ങൾക്കറിയാം, ഏതാനും ചില പേജുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോഗ്രാമാണ്. ഇതിൽ അൽഹംദുലില്ലാ ഒരുപാട് രക്ഷിതാക്കൾ രജിസ്റ്റർ ചെയ്തു. ഇനി താല്പര്യമുള്ള ആളുകളിലേക്ക് അതിന്റെ പോസ്റ്ററുകളും ലിങ്കുകളും ഒക്കെ നിങ്ങൾ എത്തിച്ചു നൽകണമെന്ന് സൂചിപ്പിക്കുകയാണ്. അതിന്റെ സമ്മാനമായിട്ട് അതൊരു ഉപകാരപ്രദമാവട്ടെ എന്ന അർത്ഥത്തിലാണ് ഉംറ നൽകിയിരിക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത 10 പേർക്ക് ഏർവാടി സിയാറത്ത്. ഇങ്ങനെ വളരെ ഫലപ്രദമായ രൂപത്തിലാണ് നമ്മുടെ ഓരോ പരിപാടികളും സംവിധാനിച്ചിരിക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് വളരെ ഉച്ചത്തിലാണ് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെയൊക്കെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ഇവിടെ മറ്റു വർക്കുകൾ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് സംസാരിക്കുന്നത്. മൈക്കിലൂടെ അത് റെക്കോർഡ് ആവുന്നുണ്ടെന്നൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഉച്ചത്തിൽ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത് സൂചിപ്പിക്കുകയാണ്. പിന്നീട് മറ്റൊന്ന് സുവനീർ, നമ്മുടെ കുട്ടികളുടെ കലാസൃഷ്ടികളും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയൊക്കെ കലാസൃഷ്ടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സുവനീർ വരുന്നു. ഇൻഷാ അല്ലാഹ് അതും അതിലേക്കുള്ള ക്രിയേറ്റിവിറ്റി ക്ഷണിച്ചിട്ടുണ്ട്. നാളെ കൂടി അതിലേക്ക് നമ്മുടെ മക്കളുടെ ക്രിയേറ്റിവിറ്റി ഉൾക്കൊള്ളിക്കാനുള്ള അവസരമുണ്ട് എന്ന് സൂചിപ്പിച്ചു. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അത് നമ്മുടെ സ്പെക്ട്രവുമായി ബന്ധപ്പെട്ടാണ്. ഹൈസ്കൂൾ അഥവാ 8, 9, 10 ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന അവരിൽ ലീഡർഷിപ്പുകളും അതുപോലെ തന്നെ അക്കാഡമിക് എക്സലൻസും ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്രോഗ്രാമാണ് സ്പെക്ട്രം. ഇൻഷാ അല്ലാഹ് 3 വെന്യൂകളിലായിട്ട് ആ പ്രോഗ്രാം ഇവിടെ നടക്കും. അതിലും നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ പിന്തുണയും പ്രചോദനവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനമായിട്ട് സൂചിപ്പിക്കുന്നത് സ്കോളറിയത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ 17, 18, 19 തീയതികളിൽ നടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പരിപാടികളുണ്ട്. അതിന്റെ പ്രോഗ്രാം ഷെഡ്യൂളുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതൊക്കെ ഇവിടെ വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലോങ് വീഡിയോ ആയിട്ട് മാറും. ഇപ്പൊ തന്നെ ഇത് ഏകദേശം ഒരു ലോങ് ആയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ സ്ഥാപനത്തിന്റെ 30ാം വാർഷികത്തിന്റെ ഭാഗമാവാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ സന്തോഷമായിട്ട് കണ്ട് ഇതിന്റെ സർവോന്മുഖ പരിപാടികളിലും അതിന്റെ വക്താക്കളായിട്ട് മാറാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അവസാനമായിട്ട് ഈ പ്രോഗ്രാം വിഷയത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ സംഗമങ്ങൾ, പരിപാടികളെല്ലാം വിജയിപ്പിക്കട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി സൂചിപ്പിക്കുന്നത് CPTA-യുമായി ബന്ധപ്പെട്ട, ഞാനിത് അവസാനത്തേക്ക് വെക്കാൻ കാരണം ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട്, നമ്മുടെ സ്കോളേറിയം പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ CPTA പരിപാടികൾ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പരിപാടിയാണ്. കുട്ടികൾക്ക് വിവിധങ്ങളായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നു, സ്കോളേറിയം പരിപാടികൾ, ഇസെക്സ് നടക്കുന്നു, അതുപോലെ തന്നെ ലോഞ്ചിങ് പരിപാടികൾ നടക്കുന്നതോടൊപ്പം ഇതിന്റെ ഇടയിൽ ഒരു CPTA നടക്കുമ്പോൾ അതിന്റെ ഒരു എഫക്റ്റീവ്നെസ് കുറയുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ നേരത്തെ നടത്തണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തിനാ പോലും പിന്നീട് അതിനെ മാറ്റി നമ്മുടെ സമ്മേളനം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കഷൻ നടക്കും, CPTA നടക്കുമെന്ന് സൂചിപ്പിക്കുകയാണ്. എന്നാൽ അതിനോടനുബന്ധിയായിട്ട് നമ്മുടെ ഈ ഹാഫ് ഇയർലി പരീക്ഷ പൂർത്തിയാകുന്ന സമയത്ത് നടക്കേണ്ട കുട്ടികളുടെ ഒരു റെമഡിയൽ ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് അത് വൈകാതെ തന്നെ തുടങ്ങും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടായി റെഡി ആയതിനു ശേഷം അത് നടക്കും. ഏതായാലും കുട്ടികളുടെ അക്കാഡമിക് പരമായിട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ പഠനാനുബന്ധ പ്രവർത്തികളിലോ ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു നൽകുന്നു. ഇപ്പൊ ഈ ഒരു ക്രിയേറ്റീവ് കോർണർ തന്നെ അതിന്റെ ഒരു ഉദാഹരണമാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും അത് വന്ന് കാണണം.
ഇൻഷാ അല്ലാഹ് ഫാമിലി മീറ്റിന്റെ സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ കാണാനും ആസ്വദിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഏകദേശം എത്ര മിനിറ്റായി എന്ന് എനിക്ക് ഓർമ്മയില്ല. മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കണം, കേട്ടിട്ട് വേണ്ട രൂപത്തിൽ നിങ്ങൾ സഹകരിക്കണം. മുഴുവൻ പിന്തുണയും പ്രചോദനവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്.